ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഇനി ചിത്രം വരയ്ക്കാനിരിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു പരിധി വരെ നിങ്ങൾ ചെയ്യുന്ന ഡ്രോയിങ് ഇമ്പ്രൂവ് ആകാനും അത് നല്ല രീതിയിൽ ബെറ്റർ ആക്കി നിങ്ങൾക്ക് വരയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഇനി വരയ്ക്കാനിരിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ മൈൻഡ് നല്ല സെറ്റാക്കി, നല്ല ഹാപ്പിയാക്കി, വിഷമങ്ങളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ടെൻഷനൊന്നുമില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് പറ്റുമെങ്കിൽ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടിരുന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫോട്ടോ, നമ്മളിപ്പോൾ ഒരു റെഫറൻസ് ഇമേജ് തിരഞ്ഞെടുക്കുമല്ലോ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഇമേജ് നല്ല ക്ലിയർ ഉള്ള, നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതെന്ന് വെച്ചാൽ നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ പൊട്ടും പൊടിയും വരെ നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള ഫോട്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നല്ല സമയമെടുത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് നല്ല സമയമെടുത്ത് തന്നെ ഔട്ട്ലൈൻ ചെയ്യുക. നമ്മളൊരു ചിത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്ലൈനാണ്. അപ്പോൾ ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഇനി നിങ്ങൾ വരയ്ക്കാനിരിക്കുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ഇമ്പ്രൂവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓൾഡ് അക്കൗണ്ടും ന്യൂ അക്കൗണ്ടും ഉണ്ട്, 2 അക്കൗണ്ടും ഞാൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക.